മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന വളാഞ്ചേരി പാലേപ്പറമ്പിൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA സന്ദർശനം നടത്തി. ജിയോളജി, സോയിൽ കൺസർവേഷൻ, ദുരന്ത നിവാരണ സമിതി, ഹസാർഡ് വിംഗ് തുടങ്ങിയവയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി സ്ഥലം സന്ദർശിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് MLA പറഞ്ഞു. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പാലേപ്പറമ്പിൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA സന്ദർശിച്ചു. എടയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KP ഇന്ദിര, വൈസ് പ്രസിഡന്റ് AK മുസ്തഫ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NT നാസർ എന്നിവരും MLAക്കൊപ്പമുണ്ടായിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന തിരൂർ ഡെപ്യൂട്ടി തഹസിൽദാർ V വിനോദ് കുമാർ, വില്ലേജ് ഓഫീസർ സുനിൽ കുമാർ എന്നിവരുമായി സംസാരിച്ച് MLA നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. തിരൂർ തഹസിൽദാർ, ജിയോളജി ജില്ലാ ഓഫീസർ എന്നിവരുമായി ഫോണിൽ ബന്ധപ്പെടുകയും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അടിയന്തരമായി സ്വീകരിക്കേണ്ട തുടർ നടപടികൾ സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തായിരുന്ന MLA നേരത്തെ കളക്ടറുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും പ്രദേശത്ത് നിലനിൽക്കുന്ന അപകട ഭീഷണി ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. ജിയോളജി വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് വിള്ളൽ രൂപപ്പെട്ട സ്ഥലത്ത് ഇപ്പോൾ താൽക്കാലികമായി ഷീറ്റ് വിരിച്ചിട്ടിരിക്കുന്നത്. മഴയ്ക്ക് ശമനം വന്ന് മണ്ണുറച്ചതിനു ശേഷം മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് ജില്ലാ ജിയോളജി ഓഫീസർ അറിയിച്ചു. ജിയോളജി, സോയിൽ കൺസർവേഷൻ, ദുരന്ത നിവാരണ സമിതി, ഹസാർഡ് വിംഗ് തുടങ്ങിയവയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി സ്ഥലം സന്ദർശിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് MLA പറഞ്ഞു. താൽക്കാലികമായ ഒരു പരിഹാരം ഷീറ്റിട്ട് വെള്ളം ഇറങ്ങാതെ നോക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ജിയോളജിസ്റ്റും അതുപോലെ തന്നെ സോയിൽ കൺസർവേഷൻ്റെ ആളുകളും ഹസാർഡ്സിൻ്റെ ആളുകളും ഒക്കെ വന്ന് ഒരു ജോയിൻ്റ് ഇൻസ്പെക്ഷൻ നടത്തി മണ്ണെടുക്കാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ കഴിയുമോ എന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം വന്ന് അവർ ആ റിപ്പോർട്ട് കൊടുക്കുന്നതിനനുസരിച്ച് കാലാവസ്ഥ കൂടി അനുകൂലമാകുകയാണെങ്കിൽ നാളത്തോടുകൂടി ഈ മണ്ണ് എടുത്തു മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി സ്വീകരിക്കാം എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ആയാലേ ഇതിൻ്റെ പരിഹാരം പൂർണ്ണമായും ഉണ്ടായി എന്ന് പറയാൻ കഴിയും. ആളുകളെ ഒരു ഭീതിതമായ അവസ്ഥയിൽ, അപകടാവസ്ഥയിൽ നിർത്തുന്നത് ശരിയല്ല എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ട്. ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ കൂടെ തന്നെയുണ്ട്. പക്ഷേ അത് ഏറ്റവും എളുപ്പം എടുത്തു മാറ്റാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളത്തോടുകൂടി മഴ ഇതേപോലെ തന്നെ ഇല്ലാണ്ട് നിൽക്കുകയാണെങ്കിൽ നാളത്തോടുകൂടി മണ്ണെടുത്ത് മാറ്റാനുള്ള ഒരു പരിഹാരത്തിലേക്ക് പോകും എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. അല്ല ബാബു, ഇനിയിപ്പോൾ പെരേൽക്ക് വേണ്ട ഇലക്ട്രിക് സാധനങ്ങൾ, പ്ലംബിംഗ് സാധനങ്ങൾ, സാനിറ്റൈസ്, ഹോം അപ്ലയൻസ് ഇതൊക്കെ ഓരോ പീടിയ പോയി മേടിക്കണ്ടേ? എന്തിനത്? ഇതൊക്കെ പട്ടാമ്പിലുള്ള ഒരൊറ്റ ഷോപ്പ് കിട്ടും. ആ ഷോപ്പിന്റെ പേരാണ് മെൽക്കോ.